ടർബോ മൂവിയിൽ ഒരു വില്ലത്തി വേഷം ചെയ്തൊരു നായികയും കൂടെയാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സന്ധ്യ മനൻ. ടർബോ ബേസിക്കലി വൈശാഖ് സർ ഫോൺ ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അപ്പോൾ ഞാനൊരു മൂവി എടുക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ആണ് ഞാൻ നോക്കുന്നത്, കുറച്ച് നെഗറ്റീവാണ്, അപ്പം നോ പ്രോബ്ലം, നെഗറ്റീവാണ് അതെ. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു ഫുൾ ഇത് പറഞ്ഞില്ല, ഇത്രേ എനിക്ക് ബ്രീഫ് ഉള്ളൂ. ഞാൻ പറഞ്ഞു അപ്പം മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി സാറ്, ഞാൻ ഡൺ, എനിക്ക് വരണോ, നാളെ വരണോ, ഞാൻ റെഡി. മമ്മൂട്ടി സാർ എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ? ഞാൻ കണ്ടിട്ടില്ല, അതെ ചോദിക്കരുത്, ഞാനിപ്പോൾ കാര്യം. സാറിൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് സാറിന് പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാ ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം, ബിഗ് ബോസിൽ ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. എനിക്കോ? മൊത്തമായിട്ടോ? 2 lakhs കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം വെച്ചങ്ങനെ. ഒരു ദിവസം ഒരാഴ്ചയോ? ഈ ശോഭന മാമിനെ കണ്ടുണ്ട് ഡാൻസ് പ്രോഗ്രാമിൽ. ഓക്കെ, എന്തെങ്കിലും അവരോട് പെർഫോം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ശോഭന മാമിനോട് പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ പെർഫോമൻസിന് പോയിട്ടുണ്ട്. പിന്നെ ഇന്നാൾ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെന്നൈയിലൊക്കെ കൂടുതൽ വന്ന് ഡാൻസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് വെരി എൻകറേജിങ്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ കുറച്ച് ഭാവങ്ങളൊക്കെ പഠിച്ചിട്ട് പോകാൻ, ഇന്റർവ്യൂവിൽ പഠിച്ചിട്ട് പോകാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാക്കി പഠിച്ചിരിക്കുന്നത്. ഞാൻ കൈകി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. കൈകയിൽ ഒരു സ്റ്റോറി എനിക്ക് കിട്ടി. അതായത് ആ കൈകയുടെ കൊച്ചിലെ കൈകയുടെ അമ്മ അച്ഛൻ എന്നേക്കുമായി പറഞ്ഞു വിടുകയാണ്. അതിൽ ആ കൊച്ചു കുട്ടിയായിട്ട് ഇരുന്ന അമ്മ എന്നും പറഞ്ഞ് കരയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഇപ്പോഴും സ്റ്റേജിൽ കരയും. ഇത്രയും വേഷം കെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കോ? ഞാൻ ചോദിക്കണേ, ഇത്രയും ആൾക്കാർ അശ്വതിയെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്, മൂഡ് സ്വിങ്സ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉദ്ദേശം? അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷന് എന്ത് ഉത്തരവാണ് കൊടുക്കാനുള്ളത്? മൂഡ് സ്വിങ്സോ? എന്ത് മൂഡ് സ്വിങ്സ്? What do you mean by mood swings? That you are senseless or you don't feel the moods? What do you mean by it? ഹായ്, ഞാൻ അശ്വതി. സെല്ലിലൂടെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ഡാൻസറാണ്, ഒരു യോഗ ട്രെയിനറാണ്, കൂടാതെ ടർബോ മൂവിയിൽ ഒരു വില്ലത്തി വേഷം ചെയ്തൊരു നായികയും കൂടെയാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സന്ധ്യ മനൻ. Thank you. നമസ്കാരം. സുഖമാണോ? സുഖം. ഓക്കെ, ഇപ്പം ടർബോ മൂവിയിലെ ഒരു കിടില റോള് ഭയങ്കരമായിട്ട് ഞാൻ ഫാനായിട്ടോ. നല്ല രസമായിരുന്നു എന്ന് വെച്ചാൽ അത്രയും ഒരു ഫുള്ള് ദേഷ്യം അതില് വില്ലത്തി ഇല്ലേ. അപ്പൊ ആ രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് മറ്റേ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ടീഷർട്ട് ചെയ്തൊക്കെ ഭയങ്കര അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ടർബോ ബേസിക്കലി വൈശാഖ് സർ ഫോൺ ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അപ്പോൾ ഞാനൊരു മൂവി എടുക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ആണ് ഞാൻ നോക്കുന്നത്, കുറച്ച് നെഗറ്റീവാണ്, അപ്പം നോ പ്രോബ്ലം, നെഗറ്റീവാണ് അതെ. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു ഫുൾ ഇത് പറഞ്ഞില്ല, ഇത്രേ എനിക്ക് ബ്രീഫ് ഉള്ളൂ. ഞാൻ പറഞ്ഞു അപ്പം മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി സാറ്, ഞാൻ ഡൺ, എനിക്ക് വരണോ, നാളെ വരണോ, ഞാൻ റെഡി. സർപ്രൈസ് ആയോ? ഞാൻ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ട്. അഗൈൻ ഐ ഡോണ്ട് ഹാവ് എ കോമ്പിനേഷൻ സീൻ. പക്ഷെ അങ്ങനത്തെ ഒരു ഐ ഡോണ്ട് വാണ്ട് ടു കോൾ സ്റ്റാർ, അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പം ലാൽ സാർ ആണെങ്കിലും മമ്മൂട്ടി സാർ ആണെങ്കിലും ഐ റിഗാർഡ് ദം ആസ് എൻ ഹൈ എൻഡ് സ്റ്റാർസ്, ആർട്ടിസ്റ്റ്. അവരുടെ ആർട്ടിസ്ട്രിയിൽ അവർ റിഫൈൻമെന്റ് കൊണ്ടുവന്നേക്കണ കലാകാരന്മാരാണ്, മോർ ദാൻ ജസ്റ്റ് ബീങ് എ സ്റ്റാർ. അതിൻ്റെ ഒപ്പം അവർക്ക് സ്റ്റാർഡം കൊണ്ടുപോകാൻ പറ്റിയത് ഇസ് എ ഹ്യൂജ് അച്ചീവ്മെന്റ്. അപ്പോൾ അത് എനിക്ക് അത്രയും റെസ്പെക്റ്റ് ആണ്. അത് കേട്ടപ്പോൾ തന്നെ ഒന്നും കേൾക്കണ്ട, ഞാൻ റെഡി. അപ്പോൾ ഒരു 5-6 ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഈ 5-6 ദിവസം എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് റോളിൻ്റെ ഒരു ലെങ്ത് മനസ്സിലായി. ഇത്രയും വലിയ സിനിമയാണ്. പിന്നെ അവിടെ ചെന്നപ്പം ട്രയൽ കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഓ ഇത് കുറച്ച് സ്റ്റൈലിനാണ്. സോ ഐ വാസ് എക്സൈറ്റഡ്. ഓക്കെ, അപ്പം അത് അഭിനയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ഞാൻ വിചാരിച്ചില്ല, കാരണം ഡാൻസർ ആയിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളൂ കൂടുതലും. ഡാൻസർ, യോഗ, ശാന്തമായി യോഗയൊക്കെ ശാന്തം, എനിക്ക് അങ്ങനെ യോഗ എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു റിലീഫ് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇത്രയും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തപ്പോൾ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ടർബോയിൽ സർപ്രൈസ് ഫാക്ടർ ഉണ്ടായിരുന്നു. അതായത് മിക്കവാറും എല്ലാ സിനിമയിലും ഞാൻ ആരെങ്കിലും തെറി പറയുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു വരി ഇടിക്കാൻ പോകുന്ന ഒരു സാധനമാണ് എപ്പോഴും.
അത് തന്നെയാണ് ഇവിടെയും എൻ്റെ ഇൻട്രോ സീൻ. ഞാൻ ശബരീഷിനെ എടുത്തിട്ട് എന്താടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ബഹളമുള്ള സീനാണ്. പക്ഷെ അതിൽ ഒതുങ്ങും എന്ന് എല്ലാവരും വിചാരിച്ചു. പിന്നെ വില്ലൻ ഗ്യാങ്ങിന്റെ ഒപ്പം വന്നപ്പോഴാണ് അയ്യോ ഇവരാണല്ലേ പാര. എനിക്ക് കുറേ മെസ്സേജ് ഒക്കെ വന്നു, എന്നാലും ചേച്ചി പാവം ശബരീഷിനെ കൊല്ലണ്ടായിരുന്നു. ഞാനല്ലല്ലോ, ഞാനൊരു പേരല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഐ എൻജോയ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു ഇത് കിട്ടിയത് പോലെ തന്നെയാണ്. മമ്മൂട്ടി സാർ എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ? ഞാൻ കണ്ടിട്ടില്ല, അതെ ചോദിക്കരുത്, ഞാനിപ്പോൾ കരയും. സാറിൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് സാറിനെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാ മമ്മൂട്ടിയുടെ സിനിമയിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ചിട്ട് മമ്മൂട്ടി സാർ പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും, സാറിന്റെ പെർഫോമൻസ് കണ്ടല്ലോ, നമുക്ക് അത് മതിയല്ലോ, അത് പോരാ. പക്ഷെ ഓപ്പണായിട്ട് പറയാൻ കാണിച്ച മനസ്സ് വേറെ നമ്മൾ കണ്ടു എന്നങ്ങ് പറഞ്ഞേനെ, എന്തിനാ നമ്മൾ വെറുതെ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് ഹിം. ഡെഫിനറ്റ്ലി ലുക്ക് ഫോർവേഡ്. ഇപ്പൊ നെക്സ്റ്റ് അപ്കമിങ് പ്രൊജക്റ്റ് ഒക്കെ മേ ബി നല്ലൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കമോൺ. ഈ ബിഗ് ബോസ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ബിഗ് ബോസ് 3 കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ, അതിലായിരുന്നല്ലോ ഇത്രയും ആൾക്കാർക്ക് മനസ്സിൽ എടുക്കാൻ പറ്റിയ ആൾക്ക് ഇത്രയും ഫാൻസ് വന്നതും കാര്യങ്ങളും. 70 ദിവസം അല്ലേ? അപ്പോ 70 ദിവസമൊക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് അവിടെയൊക്കെ. അപ്പോ അത്രയും അതൊക്കെ നോക്കുമ്പോ ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വീട്ടിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. 2 ആഴ്ചയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു പോപ്പുലാരിറ്റി കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്നെ ആർക്കും അറിയില്ല. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും മലേഷ്യയിലാണ്, പിന്നെ കുറച്ച് ഡാൻസേഴ്സിന് അറിയാം എന്നല്ലാതെ ഒരു വൈഡ് പോപ്പുലാരിറ്റി സോഷ്യൽ മീഡിയയും എനിക്ക് 10,000 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ എം വെരി ലോ. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇല്ല. ഇപ്പോഴും എല്ലാവരും ചോദിക്കും എന്തെങ്കിലും രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ്. നമ്മൾ എൻ്റെ മോർണിംഗ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ഞാനാരും തീരുമാനിക്കില്ല. ഞാനെന്തിനാ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം നോക്കി ഗുഡ് മോർണിംഗ്, ജസ്റ്റ് ഡസൻറ്റ് വൈബ് വിത്ത് മീ. ഇപ്പം എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യാറുമില്ല. ലൈക്ക് അൺലെസ് ഐ എം കൺവിൻസ്ഡ് ഐ ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ സോഷ്യൽ മീഡിയ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വട്ട് എവർ ഇറ്റ് ഈസ് അതിൻ്റെ ഓഡിയൻസിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഇസ് മച്ച് വൈഡർ ദാൻ എൻ്റെ ആക്സസിബിലിറ്റി. അവിടെ പോയി 2 ആഴ്ച ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു കുറേ ആൾക്കാരെ അറിയും, ഇങ്ങനെ ഒരു ഡാൻസർ ഉണ്ട്, മൈ എക്സിസ്റ്റൻസ് വിൽ ബി നോൺ എ ലിറ്റിൽ ബിറ്റ് മോർ. അത്രേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ 10 ആഴ്ച നിന്നപ്പോൾ ഇവർക്ക് അടി ഉണ്ടാക്കാൻ വീട്ടുകാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി, ഇത്രയൊക്കെ പറയാൻ അറിയാല്ലേ, അടി ഉണ്ടാക്കാൻ അറിയാട്ടെ. കോൾ എങ്ങനെ വന്നു ഈ ബിഗ് ബോസിലെത്തേക്കുള്ള കാര്യങ്ങൾ? എനിക്ക് ഷിയാസ് കരീമിനെ അറിയായിരുന്നു, ഒരു ഷോയിൽ പരിചയപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മലേഷ്യയിൽ എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോൾ ഷിയാസിന്റെ പ്രൊഫൈൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, എൻ്റെ പ്രൊഫൈലും ഷിയാസിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ മകന് വേണ്ടി ചോദിച്ചതാ, കാര്യം അവൻ ബിഗ് ബോസ് 1 പോയതാണല്ലോ. അപ്പം ഞാൻ സിദ്ധാർത്ഥം മോഡലിംഗ് ആണ്, എന്നോടാ നമുക്ക് സിദ്ധാർത്ഥനെ ബിഗ് ബോസിലേക്ക് വിട്ടാലോ? നീ ഒരു അമ്മയാണോ? നിന്റെ അമ്മ വിട്ടില്ലേ നിന്നെ? അങ്ങനത്തെ ഷോയിലൊന്നും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു അമ്മ വിടൂല. ഞാനേ ഓക്കെ. അപ്പം അതുവരെ ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഫുട്ടേജസ് മാത്രമേ കാണുന്നു. നിന്നെയൊക്കെയാണ് അതിൻ്റെ അകത്ത് കൊണ്ടിടണ്ടേ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ആക്ച്വലി ഹീ സബ്മിറ്റഡ് മൈ പ്രൊഫൈൽ. അവർ വിളിച്ചു, ഒരു സൂം ഇന്റർവ്യൂ നടത്തി. എൻ്റെ ഇതുപോലത്തെ വർത്തമാനമൊക്കെ കേട്ട് പാക്ക് ചെയ്തു പോന്നോളാൻ പറഞ്ഞു. സെറ്റ്, ഇതാണ് വേണ്ടത്. ആരും പറഞ്ഞിട്ടുണ്ടോ മുഖം കാണുമ്പോൾ ജാടയാണോ അല്ലെങ്കിൽ ഒരു എപ്പോഴും ദേഷ്യമുള്ള? എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കാണുമ്പോൾ, അയ്യോ എന്തെങ്കിലും സീനുണ്ടോ, എന്തെങ്കിലും പറഞ്ഞാൽ. എപ്പോൾ വേണമെങ്കിലും ജാടയാക്കാം, എപ്പോൾ വേണമെങ്കിലും ഫ്രണ്ട്ലി ആവാം. എന്നോട് എങ്ങനെയാണോ അതാണ് മനസ്സിലായത്. ഓക്കെ. ബിഗ് ബോസിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി? ബിഗ് ബോസിൽ ഞങ്ങളുടെ സീസൺ ആക്ച്വലി ഐ മീൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി നൈസ് സീസൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല എന്താ പറയുക സോഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഞാൻ കമൻസ് ഉണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള ആ സീസൺ എന്ത് അടിപൊളിയായിരുന്നു കാണാൻ. ഇപ്പോഴത്തെ ഇങ്ങനെ ഞാൻ നോർമലി ഇപ്പോഴത്തെ കമൻസ് ആട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ചുമ്മാ ചെറിയ പ്രശ്നത്തിൻ്റെ, പക്ഷെ അത് ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്ന് ഞാൻ കമൻസ് ഉണ്ടായിരുന്നു. പറഞ്ഞു പല സോഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല വന്ന് ഒരു 3/4% ആൾക്കാരും കലാകാരന്മാരായിരുന്നു. അപ്പം എല്ലാത്തിനെയും ഒരു പ്രസൻറ്റേഷൻ ആക്കണം എന്നുള്ള ഒരു, നമ്മുടെ അടിയാണെങ്കിൽ പോലും ഒരു പ്രസൻറ്റേഷൻ ഓഫ് ദ അടി ഉണ്ടായിരുന്നു. ചുമ്മാ കിടന്ന അലപ്പറ അടിയായിരുന്നു. ഇടിക്കുക അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ടുള്ളതൊക്കെ ആയിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു അതിലിപ്പം കയറിപ്പോയാൽ നമ്മളിങ്ങനെ അഭിനയിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ റിയലായിട്ട് നിൽക്കാം, അങ്ങനത്തെ ഒരു തോട്ടം ഉണ്ടായിരുന്നു? എനിക്കധികം പ്രിപ്പറേഷൻ ടൈം കിട്ടിയിരുന്നില്ല. ഞാൻ മലേഷ്യയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ചാനൽസും ആക്സസിബിലിറ്റി ഇല്ല. അപ്പോൾ ഒരു
വിവരവും ഇല്ലാതെ ഒരു ബോധവും ഇല്ലാതെ പോയത് മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു ക്വാറന്റൈൻ ടൈം കിട്ടി ചെന്നൈയിൽ. ആ സമയത്താണ് സീസൺ 1 ഇരുന്ന് ഞാൻ ഫുൾ കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് മുഴുവൻ അടി ഉണ്ടാക്കേണ്ട ഷോ ആണെന്ന്. പക്ഷെ സീസൺ 1ഉം 2ഉം ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ അടി ഷോയേ അല്ല. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു വൈബ് അതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ അവരുടെ ടീമായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങളായിട്ട് നിന്നാൽ മതി. അപ്പം ഞാനും കണക്ക് കൂട്ടി ചിലപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തട്ടി പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള പോയിന്റ്സ് ഞാൻ എൻ്റെ പേഴ്സണൽ പോയിന്റ്സ് ആയിട്ടല്ല പറഞ്ഞു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ദറ്റ് ഐ എം എ റെപ്രസെൻറ്റേറ്റീവ്. നമ്മളൊരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ സന്ധ്യ മനോജ് പോകുന്നു എന്നുള്ളത് എനിക്ക്. പക്ഷെ സന്ധ്യ മനോജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരുപാട് വിഭാഗം സ്ത്രീകളുണ്ട്. ഒരു അമ്മയുണ്ട്, NRI സ്ത്രീകളുണ്ട്, അങ്ങനെ ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്, യോഗ ടീച്ചേഴ്സ് ഉണ്ടാവും. അവരെയൊക്കെ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു വോയിസ് ആയിട്ട്, ഒരു ചെറിയ വോയിസ് ആയിട്ടെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പോൾ എന്നെ ഡയറക്റ്റ്ലി വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് തിരിച്ചു ഉത്തരം കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഐ ഡിഡ്ന്റ് ട്രീറ്റ് ഇറ്റ് ആസ് എ റിയാലിറ്റി ഷോ, ഐ ട്രീറ്റഡ് ഇറ്റ് ആസ് എ മൈൻഡ് ഗെയിം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ, ഒന്നാമത് കോവിഡ് ടൈം ആയിരുന്നല്ലോ, ഒരു 15 ചാനൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം, ബിഗ് ബോസിൽ ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. എനിക്കോ? മൊത്തമായിട്ടോ? 2 lakhs കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം വെച്ച്. അങ്ങനെ ഒരു ദിവസം 1-2 ഒന്നും കൂടെ എന്നെ കൊണ്ടുപോകോ? ഞാൻ വീണ്ടും വരാം. 70 ദിവസമൊക്കെ നിന്നില്ലേ? 70 ദിവസം വീക്ക്ലി പേയ്മെന്റ് ആയിരുന്നു. നമ്മൾ ഓരോ കാറ്റഗറി അനുസരിച്ച്, അതായത് വെദർ യു പോപ്പുലർ, വെദർ യു ട്രെൻഡ്. 2 lakhs കിട്ടിയില്ലെന്ന് അപ്പോഴും പറഞ്ഞില്ലല്ലോ. 2 lakhs മൊത്തമായിട്ട് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വീക്കില് അത്രയും പേയ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഒരു വീക്കില് 2 lakhs കിട്ടിയിട്ടില്ല. പോരെ, ഒരു വീക്കിൽ കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സ് ഒക്കെ ആയിട്ട്? അങ്ങനെ ഡെയിലി കോണ്ടാക്ട്സ് ഒന്നുമില്ല, എന്നാലും ഹായ് ബൈ. ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫ്രണ്ട്സും, ഇപ്പൊ കുറച്ച് ഡിസ്റ്റൻസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അവനവന്റെ ജീവിതമാർഗം നോക്കണ്ടേ? പക്ഷെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന എല്ലാവരുമായിട്ടും ഞാൻ ഇപ്പോഴും നല്ല കമ്പനിയാണ്. നമ്മളെ വേണ്ടാന്ന് വെച്ചേക്കണവരുടെ അടുത്ത് നമ്മൾ അന്ന് ബിഗ് ബോസിൽ അടി ഉണ്ടായിട്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പോളിഫിറോസ് ഒക്കെ ആയിട്ട് നല്ല വൻ യുദ്ധമായിരുന്നില്ലേ? ഹലോ എന്ന് ഗ്രൂപ്പ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഒന്നും ആയിട്ടില്ല, എല്ലാരും ബിസിയാണ്. അത് നമുക്ക് ഓരോ വർക്ക് വരുമ്പോഴല്ലേ നമുക്ക്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ എന്തെങ്കിലും? വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇപ്പൊ ശാന്തമാണ്. ഇടയ്ക്ക് ഓരോരുത്തരുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഹലോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ. ഇപ്പം പുതിയ ബിഗ് ബോസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഈ സീസൺ കണ്ടായിരുന്നോ നിങ്ങള്? നമ്മുടെ സീസൺ പോലെ അല്ലേ ഇങ്ങനെയൊക്കെ? ഈ സീസൺ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അസോസിയേഷൻ തുടങ്ങിയത് 6. അപ്പം പിന്നെ ഒന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ. ഇപ്പം അവിടെ ഇത്രയും ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം വരത്തില്ല? അപ്പം പൊട്ടിച്ചാലോ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? കൊടുത്താലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? പൊട്ടിക്കരുതെന്ന് തീരുമാനിച്ചാണ് പോയത്, അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും മൈൻഡ് തോന്നും ഇനി ദേഷ്യം വരുമ്പോഴത്തേക്കും, ഭയങ്കര ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്കും. പൊതുവെ എനിക്ക് അടിക്കേണ്ട കേസ് വളരെ അപൂർവമേ തോന്നാറുള്ളൂ ജീവിതത്തിലും. അതെ. കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അടിക്കണം എന്ന് തോന്നുന്ന കേസുകൾ വളരെ അപൂർവമാണ്. യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ദേഷ്യം എന്തിനാന്ന് ചോദിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ദേഷ്യം വരുമ്പോഴത്തേക്ക് ആൾക്കാർ യോഗ ചെയ്താൽ നമുക്ക് ദേഷ്യമൊക്കെ കുറയുമെന്ന്. അങ്ങനെ ഒരു കാര്യം എവിടെ കുറയും? എങ്ങോട്ട് പോകും? ഞാൻ അങ്ങനെയൊക്കെ തോട്ടിട്ടുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ മെഡിറ്റേഷൻ. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു യോഗ, ശരിക്കും യോഗ എന്ന് പറഞ്ഞ ഒരു അവയർനെസ് പ്രാക്ടീസ് ആണ്. നമ്മൾ വെറുതെ ഒരു മാറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഒരു ബ്രീതിങ് ചെയ്തോ അല്ല. നമ്മൾ വി ആർ ട്യൂണിങ് അവർ സെൽസ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽസ് മോർ. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു സ്പേസാണ്, ആ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഈ റൂമിലേക്ക് കയറി വന്നു, അശ്വതി ആദ്യമായിട്ടാണ് ഈ റൂമിലേക്ക് വരുന്നത്. ഏത് സ്വിച്ചാണ് ഫാനിന് ഇടേണ്ടതെന്ന് അറിയാമോ? ഏത് സ്വിച്ചാണ് ട്യൂബ് ഓൺ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ 2 ദിവസം വന്നിട്ട് അത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്ന് പറയുന്ന പോലെ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് നമുക്ക്. പലപ്പോഴും നമ്മൾ അതിനെ ഡിസ്കവർ ചെയ്യാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ട്രിഗർ പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. അതെന്താന്ന് അറിഞ്ഞൂടാ. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. നമ്മളെപ്പോഴും പറയണ സംഭവം. എന്നാലും അവൻ അങ്ങനെ എന്നോട് പറഞ്ഞില്ലേ, അവൻ അറിഞ്ഞൂടെ? എങ്ങനെ അവനറിയാൻ? നമുക്കേ അറിഞ്ഞൂടാ. ചില ദിവസം അവൻ കളിയാക്കുമ്പോൾ നമുക്ക് പ്രശ്നമല്ല, പക്ഷെ വേറൊരു ദിവസം അവൻ വന്നിരുന്ന് കളിയാക്കുമ്പോൾ നമുക്കത് പ്രശ്നമായി. അതെന്താ? അത് നമുക്ക് നമ്മളെ തന്നെ അറിഞ്ഞൂടാ, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റസും അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ പറയും ഹോർമോണാണ്, മറ്റതാണ്, PCOD ആണ്, മറ്റതാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സങ്കടമോ അല്ലെങ്കിൽ ദേഷ്യമോ വരാൻ തുടങ്ങുന്ന ഒരു നിമിഷം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. യോഗ നമ്മൾ അവയർനെസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ദേഷ്യം വരുമ്പോഴും എന്ത് പറയണം, എവിടെ അളന്നു തൂക്കി പറയാൻ നമുക്ക് സമയം വേണ്ട. അപ്പോൾ അതെനിക്ക്
ഞാൻ ഇറങ്ങി വന്നപ്പോഴും ഞാൻ മനോജ് എൻ്റെ യോഗ പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ്, എല്ലാ പ്രാക്ടീസും ഞാൻ കൃത്യമായിട്ട് നിർവഹിച്ചത് ബിഗ് ബോസിലാണ്. ഒരു കമൻറ്റ് പറയുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ബാക്കിയുള്ളവർ പറഞ്ഞ് കുളമാക്കാം എന്ന് എല്ലാം ഞാൻ ആലോചിച്ച് കഴിഞ്ഞു വിത്തിൻ സെക്കൻഡ്സ്. അപ്പോൾ പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ PCOD കാര്യം. ഈ PCOD ഉള്ള ആൾക്കാർക്ക് യോഗ ചെയ്താൽ അതിനെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും? യോഗ ഇസ് എ ഹോൾസം പ്രാക്ടീസ്. നമുക്ക് ഇപ്പോൾ ഒരു ആസന ചെയ്ത് ഇത് കുറയും അത് കുറയും, അത് പറ്റില്ല. യു ഹാവ് ടു ഹാവ് ആൻ എൻകോപ്പറേഷൻ ഓഫ് എൻ എൻറ്റയർ പ്രാക്ടീസ് ആൻഡ് ഇതെല്ലാം എന്താ പറയുക റെഗുലേറ്റ് ചെയ്ത് നോർമലാവും. പക്ഷെ അത് കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. ബെനിഫിറ്റ് ഉണ്ടോ PCOD ഉള്ള ആൾക്കാർ? 100% ഉണ്ട്, 100% കുറയും. പിന്നെ അത് ആ PCOD നിൽക്കാനും കുറയാനും നിൽക്കോ ഇല്ലയോ എന്നുള്ളത് അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ. നമ്മൾ ഒരിക്കലും മെഡിക്കൽ സയൻസിനെ നിന്ദിച്ചുകൊണ്ട് ഇത് മാത്രം ചെയ്താൽ മതി ഒരിക്കലും അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ സ്കൂളിൽ ഞാനും മനോജും പറയില്ല. ബിക്കോസ് എല്ലാത്തിനും ഒരു മെഡിക്കൽ ബാക്കപ്പും അതിൻ്റെ റിസർച്ചും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് പ്രാക്ടീസ്, പിന്നെ അവരുടെ കേപ്പബിലിറ്റി ഓഫ് ഡൂയിങ്. ഇപ്പം ചിലർക്ക് പോസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. വേറെ PCODക്ക് നമുക്ക് കുറച്ച് നേരം ആ തെറപ്യൂട്ടിക് സെഷൻസിന് അതിൻ്റെ ആവശ്യം വരും. അപ്പോൾ അവരുടെ കപ്പാസിറ്റിയും പിന്നെ അവരുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ ചിലർ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാളമായിരിക്കും. പക്ഷെ അവരെ പിടിച്ച് ഒരു 5 മിനിറ്റ് ഒരു പോസ്റ്റ് കടത്തി കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ഒരു ടെമ്പറമെൻറ്റും നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഗുണാസൊക്കെ ഉണ്ട്, രജസ് തമസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മെൻറ്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇപ്പോഴേ കുറേ ഒരു 5 മിനിറ്റ് പോസ്റ്റർ കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അവർ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നില്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് കുറച്ച് ഇപ്പം അവർ ഹൈപ്പർ ആണെങ്കിൽ അവർക്ക് കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള ക്ലാസ്സസ് ചെയ്ത് യോഗ ഇഷ്ടപ്പെടുത്തി പിന്നെ പതുക്കെ ബ്രീതിങ്ങും കുറേ ടെക്നിക്സും ഒക്കെ പറഞ്ഞ് ഫിലോസഫി ഒക്കെ പറഞ്ഞു കൊടുത്ത് അനുലോമ വിലോമ അങ്ങനെയാണ് ഞങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ഇത് മാത്രമേ എനിക്ക് അത് ബേസിക്കലി ഇറ്റ് ഇസ് ബാലൻസിങ് ഔട്ട്. നമുക്ക് 2 നോസ്ട്രൽ ബ്രീതിങ് ഉണ്ടല്ലോ, അതിൻ്റെ ആക്ടിവിറ്റീസ് ഓഫ് യുവർ ഡിഫറെൻറ്റ് സൈഡ്സും ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ 2 സൈഡും ബാലൻസ് ചെയ്ത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചിലർ സോറി പറയാൻ മടിക്കും. അപ്പൊ സോറി പറയണം, അത് പറഞ്ഞാൽ അത്രയും നമ്മൾ പെട്ടെന്ന് ക്ഷമിക്കും. ഗേൾസ് അങ്ങനെ ഉണ്ട്, പക്ഷെ ആൾക്കാർ പറയുന്നില്ല. നമ്മൾ താന്നു കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ആണാണ്. അങ്ങനെ തിങ്ക് ചെയ്യുന്നിടത്ത് ഒപ്പീനിയൻ എന്തുവാണ്? എൻ്റെ അടുത്ത് എല്ലാ ആണുങ്ങളും സോറി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും എൻ്റെ ഭാഗത്തുള്ള തെറ്റും എല്ലാം ഞാൻ തന്നെ നിരത്തി വെക്കും. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നീ അങ്ങനെ ചെയ്തു, നീ അപ്പം എന്താ നമ്മളെന്തോ വലിയ സെയിൻറ്റ് പോലെ അല്ല, നമ്മുടെ ഭാഗത്ത് നല്ലോണം പറ്റിയിട്ടുണ്ട്. അത് ആദ്യം ഞാൻ നിരത്തി വെച്ചിട്ട് പറയും, ഐ ഷുഡൻറ്റ് ഹാവ് ബിഹേവ് ലൈക്ക് ദാറ്റ് ആൻഡ് ഇഫ് ഐ ഹാവ് ഹേർട്ട് യു ഇൻ ദ പ്രോസസ് ഐ എം റിയലി സോറി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ ഇതൊക്കെ ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ട്ഫുള്ളാണ്. സോ ദെൻ ദേ ഹാവ് നോ ചോയ്സ്. മനസ്സിലായി. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കണം. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ സന്തോഷം മാത്രമേ ഉള്ളൂ. വേറെ ആരെയും സന്തോഷിപ്പിക്കാൻ ഈ ലോകത്താരെയും നോക്കരുത്. നമുക്ക് നമ്മളെ തന്നെ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക സ്വിങ് ഇല്ലാതെ വെച്ചാൽ, ആടാതെ വെച്ചാൽ ബാക്കിയുള്ളവർക്കും സമാധാനമാണ്. അതിൽ കൂടുതൽ സമാധാനം നമുക്ക് തന്നെയാണ്. നമ്മൾ ഇത്ര യോഗയും ബിഗ് ബോസ് ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഡാൻസിനെ പറ്റി പറയാം. കുച്ചിപ്പുടി, ഭരതനാട്യം, ഭരതനാട്യം, ഒഡീസി അത് തന്നെ. അപ്പം എപ്പോൾ തൊട്ടേ ഈ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? ക്ലാസിക് 4 വയസ്സ് തൊട്ടേ തുടങ്ങി. 4 വയസ്സോ? അമ്മ ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ശോകഗാനം കേട്ടാലും ഞാൻ ഡാൻസ് ചെയ്തിരുന്നു. അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെ ക്ലാസ്സിൽ കൊണ്ടിട്ടതാണ്. എന്ന് വെച്ചാൽ അമ്മ യേശുദാസിന്റെ ഭയങ്കര ഫാനാണ്. രാവിലെ തൊട്ട് കാസറ്റ്സ്, അത് എല്ലാത്തിലും. എൻ്റെ അച്ഛൻ്റെ പേരും ദാസ് എന്നാണ്, എല്ലാത്തിലും ദാസ്. അപ്പം അച്ഛൻ ഇടയ്ക്ക് നോക്കും, യേശുദാസാണോ ദാസാണോ, രണ്ടാണെങ്കിലും ദാസാണല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ കാസറ്റ്സും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അമ്മ ഏത് പാട്ട് വെച്ചിട്ട് ഞാൻ കളിക്കും, നമുക്കത് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു ഇവിടെ കൊണ്ട് ക്ലാസ്സിൽ ചേർക്കാം, എൻ്റെ കയ്യിൽ ഒതുങ്ങൂല എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. ദെൻ ഐ നെവർ സ്റ്റോപ്ഡ്. എൻ്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ ഒരു ഡാൻസ് ഇല്ലാത്ത സമയം ഉണ്ടായിട്ടേ ഇല്ല. പ്രഗ്നൻസി ത്രൂ വരെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് ഹാസ് ഓൾവേസ് ബീൻ എ വൈറ്റൽ പാർട്ട് ഓഫ് മീ. ഡാൻസ് ഇല്ലാതെ എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. എന്തൊക്കെ പ്രശ്നം വന്നാലും സ്റ്റേജിൽ കയറി കളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്വിങ്ങും ഇല്ല, ഒന്നുമില്ല, നേരെ പോവാ കളിക്കുക. അത് കഴിഞ്ഞിട്ട് അയ്യോ എന്നെ ആരെങ്കിലും പൊക്കിയെടുത്തോണ്ട് പോകണേ എന്നൊക്കെ പറയും. പക്ഷെ ഓൺ സ്റ്റേജ്
ഈ ശോഭന മാമിനെ കണ്ടിട്ടുണ്ട് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ. ഓക്കെ, എന്തെങ്കിലും അവരോട് പെർഫോം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ശോഭന മാമിൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ പെർഫോമൻസിന് പോയിട്ടുണ്ട്. പിന്നെ ഇന്നാൾ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെന്നൈയിലൊക്കെ കൂടുതൽ വന്ന് ഡാൻസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് വെരി എൻകറേജിങ്. ഓക്കെ, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാവങ്ങൾ, ദേഷ്യം, അതെനിക്കത് പറയാനുണ്ട്. ദേഷ്യം എൻ്റെ സ്ഥായി ഭാവമാണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിട്ട് അത് തന്നെ, അതെല്ലാം എനിക്കൊന്ന് കാണിച്ചു തരും, എനിക്ക് പഠിപ്പിച്ചു തരാം. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഭാവങ്ങളൊക്കെ പഠിച്ചിട്ട് പോകാൻ. ഇന്റർവ്യൂവിൽ പഠിച്ചിട്ട് പോകാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഈ പഠിക്കിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല, 2 ഭാവങ്ങളായാലും പഠിച്ചിട്ട് പോവാല്ലോ. എനിക്ക് തോന്നിയേക്കുന്നത് ക്ലാസിക്കൽ ഡാൻസറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി സോളോ കളിക്കുന്നവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ക്യാരക്ടറും നമ്മൾ സ്റ്റേജ് ചെയ്യണം. അതായത് ഇപ്പം നമ്മളൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, എല്ലാം, രാവണൻ, ശൂർപ്പനഖ, മന്ദര, കൈകേയി, എല്ലാ ക്യാരക്ടേഴ്സിനെ നമ്മൾ സ്റ്റേജിൽ ചെയ്യണം. അതിൽ ഡയലോഗില്ല, പാട്ടുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാവാത്തൊരു ഭാഷയാണ് പാട്ട് പാടുന്നത്. പക്ഷെ ആ ബോഡി ലാംഗ്വേജ്, ആ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആ നറേഷൻ, ആ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. അഗൈൻ സ്റ്റേജിൽ കളിക്കുമ്പോൾ നമ്മളെല്ലാവരും കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കളിക്കും. പക്ഷെ സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ കൂടുതലുള്ള സാധനം നമുക്ക് കുറയ്ക്കാൻ എളുപ്പമാണ്, ഇല്ലാത്ത സാധനം കൂട്ടാനാണ് പാട്. സോ എനിക്ക് ഡാൻസ് ഹസ് ഓൾവേസ് ഹെൽപ്ഡ് ഇൻ ഏത് ഷിഫ്റ്റ് ആണെങ്കിലും എനിക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൈകേയി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. കൈകേയിയിൽ ഒരു സ്റ്റോറി എനിക്ക് കിട്ടി. അതായത് ആ കൈകേയിയുടെ കൊച്ചിലെ കൈകേയിയുടെ അമ്മ അച്ഛൻ എന്നേക്കുമായി പറഞ്ഞു വിടുകയാണ്. അതിൽ ആ കൊച്ചു കുട്ടിയായിട്ട് ഇരുന്ന അമ്മ എന്നും പറഞ്ഞ് കരയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഇപ്പോഴും സ്റ്റേജിൽ കരയും, ഇപ്പോഴും കരയും. അത് നമ്മൾ ആ ചെയ്ത് വന്നു കഴിഞ്ഞ് അവരെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞ് ശരിക്കും എനിക്ക് എന്താ പറയുക, എനിക്ക് അവിടെ സന്ധ്യ എന്നില്ല, മനോജ് ഒന്നുമില്ല, ആ ഒരു കുട്ടിയെ വിട്ടു പോകുന്ന അമ്മ, എനിക്ക് ആ അമ്മയെ കാണാൻ പറ്റില്ല എന്നുള്ളത് 100% എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ. ഒരു 10 വർഷമായി ഞാൻ ആ പ്രൊഡക്ഷൻ ചെയ്തിട്ട്. പക്ഷെ ഇപ്പം ഇന്നാൾ ഒരു സ്ഥലത്ത് വെറുതെ കാണിച്ചപ്പോഴും മനസ്സിലായി. ആൾക്കാരുടെ തോട്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ വെറും ഡാൻസ് മാത്രം, പക്ഷെ അതല്ല, അതിലൂടെ ഒരു അഭിനയം കൂടെ നമുക്കത് വേണം. അതായത് ഞങ്ങൾ അതിൽ ഒരുപാട് തിയറിറ്റിക്കൽ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു റെപ്പറ്റോറായിട്ട് ചെയ്യുകയാണെങ്കിൽ, സോളോ റെപ്പറ്റോറായിട്ട് ആദ്യത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഇപ്പം ഒഡീസിയിലെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ പാത്രപ്രവേശ് എന്നാണ് അതിനെ പറയുന്നത്. പാത്ര എന്ന് പറഞ്ഞാൽ വെറും പാത്രത്തിന്, അപ്പോൾ ഈ കഥാപാത്രം എന്ന് പറയുന്ന പോലെ ആ പാത്രപ്രവേശ് എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഐ എം ജസ്റ്റ് എ വെസൽ ആൻഡ് ഐ എം എൻറ്ററിങ് ദ സ്റ്റേജ്. പിന്നെ നമ്മൾ പ്രണാമം അല്ലെങ്കിൽ ഭൂമി പ്രണാമം അല്ലെങ്കിൽ ഓപ്പണിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാവം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പം ആ യോഗ ആൻഡ് ഡാൻസ് ഇസ് നോട്ട് ഡിഫറെൻറ്റ് ഇൻ ഫിലോസഫി. പക്ഷേ ഡാൻസ് ഇപ്പോൾ ഒരു സ്റ്റേജ് ആർട്ട് ഫോമായി, യോഗ ഒരു ലൈഫ് ഹോളിസ്റ്റിക് ഇതായി. പക്ഷേ ഇഫ് യു റിയലി പ്രാക്ടീസ് ആസ് എ പ്രാക്ടീഷണർ, ഇറ്റ്സ് വൺ ആൻഡ് ദ സെയിം. അപ്പോൾ ഈ ഒഡീസിയും ഭരതനാട്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. ഈ ഓരോ ക്ലാസിക്കൽ വളരെ ബേസിക് ആയിട്ട് പറയാനുണ്ടോ, ഓരോ ക്ലാസിക്കൽ ഫോംസിനും അതിൻ്റെ ജോഗ്രഫി ആയിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ മോഹിനിയാട്ടം ആണെങ്കിൽ ആ ഒലച്ചിൽ, നമ്മുടെ കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ പാറ്റേൺ ഓഫ് വിൻസ് നോക്കിയാലും ഒരു ഒലച്ചിലുണ്ട്. എന്ന് പറയുന്ന പോലെ ഒറീസയിലും കോസ്റ്റൽ റീജിയനാണ്, അതും കുറച്ച് ഒരു അത്രയും ഇല്ലെങ്കിലും കുറച്ച് ആ ഒരു റൗണ്ടഡ് മൂവ്മെൻറ്റ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ നിന്നാണ്. ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാടു എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ ബിൽഡിങ്സോ അമ്പലങ്ങളോ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലീനിയറാണ്, സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ അവരുടെ ഡാൻസ് ഫോമിൽ ആ സ്ട്രെയിറ്റ് ലൈൻസ് ഭയങ്കര ക്ലിയർ ആണ്, എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കും, വളച്ച് അല്ല എടുക്കുന്നത്. അപ്പം പക്ഷേ മോഹിനിയാട്ടവും അതുപോലെ ഒഡീസിയൊക്കെ ആണെങ്കിൽ റൗണ്ടഡും സ്ക്വയറും ഒക്കെയാണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്ത്രീകളെ നോക്കുകയാണെങ്കിലും അവരുടെ നേച്ചറും കുറച്ച് അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ തലയാട്ട് അല്ലെങ്കിൽ ആണല്ലേ, എല്ലാത്തിനും ഒരു റൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഒറീസയിലെ പെണ്ണുങ്ങളാണെങ്കിലും ആസോ ജീവ ഇതുണ്ട്. ചെന്നൈയിലാണെങ്കിലോ ഷാർപ്നെസ് ഉണ്ട് ഇല്ലേ? തമിഴ് സിനിമ കണ്ടിട്ടില്ലേ, നടി ഇങ്ക പറ എന്നാ വാ, അത് ലോക്കൽ. അല്ലെങ്കിൽ തന്നെ വാ
പൊലം, കുറച്ചൊരു സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ആ ആ ഒരു എസെൻസ് അല്ലെങ്കിൽ ഫ്ലേവർ ആ ആർട്ട് ഫോമിലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒഡീസി ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ മറ്റേ ഒലച്ചിലും അല്ല, പിന്നെ ഒരു ടോസോ മൂവ്മെൻ്റ് ഉണ്ട്, പിന്നെ ഭയങ്കര സ്റ്റാച്യുസ്ക് ആണ്. അവരുടെ ഡെറിവേഷൻ ഓഫ് ദ ഫോം ഇറ്റ് സെൽഫ് ഇസ് ഫ്രം സ്കൾപ്ചേഴ്സ്. ഭയങ്കര ഒരു പിന്നെ അതിൻ്റെ മ്യൂസിക് വളരെ ഡിഫറെൻ്റ് ആണ്. ഫുള്ളി കർണാട്ടിക്കും അല്ല, ഫുള്ളി ഹിന്ദുസ്ഥാനിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് പുതിയ എലിമെൻറ്റ്സ് ആയപ്പോൾ എനിക്കങ്ങ് പ്രാന്തായി. ഞാനിപ്പോൾ അതിൽ തന്നെയായി. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതായിരുന്നു? ഭരതനാട്യമാണോ? ഞാൻ ഭരതനാട്യത്തിൽ ട്രെയിൻഡ് ആണ്, പിന്നെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തു. എല്ലാ ഡാൻസ് ഫോംസും ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം കഥക്ക് വരെ ബിർജു മഹാരാജിയാണ് എനിക്ക് ഗുങ്കുരു തന്നത്. അങ്ങനെ അല്ലാന്ന് പറയില്ല, പക്ഷേ ദർ ആർ നമ്മൾ സ്ലോ ആയിട്ട് കാണുന്ന ഫോംസിനെ നമ്മൾ അളക്കുന്നത് കാഴ്ച കൊണ്ടാവരുത്, ഒന്ന് ശ്രമിച്ചത് കൊണ്ടായിരിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടം ഒഡീസിയൊക്കെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ടു അറ്റെയിൻ ദറ്റ് ബോഡി ലാംഗ്വേജ് ആണ്. കാര്യം ആ ഹോൾ സ്പെക്ട്രം കൊണ്ടുപോകണം നമ്മൾ ബോഡി. അത് എളുപ്പമല്ല. വഴങ്ങി അത് ആ പോയിന്റ് വരെ എത്തിയില്ലെങ്കിൽ അതിന് ഫോം വരില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും പതുക്കെ അങ്ങോട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ, മനസ്സിലാവത്തുള്ളൂ നല്ലോണം പണിയെടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒഡീസിയിൽ ഒരു ടോസോ മൂവ്മെന്റ് ഉണ്ട്. അത് ഐസൊലേറ്റ് ചെയ്ത് ഹിപ്പ് മൂവ് ചെയ്യാതെ എടുക്കാൻ ഭയങ്കര പാടാണ്. അത് കാണുമ്പോൾ നമ്മളൊരു എന്താ സിമ്പിളാണ്, 2 ചവിട്ടി ഓട്ടുമ്പോൾ വരുന്നേയില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഭയങ്കര ബലം എടുത്ത് ചെയ്യാൻ ഭയങ്കര പാടാണ്. എളുപ്പമാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ശക്തി കൊടുത്തു. ഇപ്പം ഒരു സ്പ്രിൻറ്റിന് പോവുകയാണെങ്കിൽ നമ്മൾ സ്പ്രിൻറ്റ് ചെയ്ത് ശരിയാവും. പക്ഷെ ജോഗ് ഒരു കൺസിസ്റ്റൻറ്റ് ഹാർട്ട് ബീറ്റും വെച്ചുകൊണ്ട് നമ്മൾ ഓടണമെങ്കിൽ അയ്യോ കൂടി, അയ്യോ കുറഞ്ഞു, അയ്യോ കൂടി, അയ്യോ കുറഞ്ഞു എന്നുള്ളൊരു സാധനം വരും. ഈ ഫാറ്റ് ബേണിംഗ് ഹാർട്ട് മെഷർമെൻറ്റ് ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട്. കാര്യം കുറേ നേരം അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്ന് പറയുന്ന പോലെ ഈ കുറച്ചും കൂടെ നമുക്ക് കാഴ്ചയിൽ ലെസർ ചാലഞ്ചിങ് ആയിട്ട് തോന്നുമെങ്കിലും ദാറ്റ് ഈസ് ഹാർഡർ ടു ഗെറ്റ് ദ ഗ്രേസ്. ഇപ്പോൾ ഒത്തിരി പേരുണ്ട്, ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയല്ലോ, പക്ഷേ ഇപ്പോൾ ഇത്ര ഏജ് ആയി, 10-25 വയസ്സ്, ഇനി ഇപ്പോൾ പറ്റുമോ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ചെറുപ്പം തൊട്ട് മാത്രമേ ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, ഇപ്പോൾ പോയാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയുക? ചിലർക്ക് ആഗ്രഹം കാണും, എനിക്കൊന്ന് പഠിക്കണം, ഒന്ന് ട്രൈ ചെയ്ത്, ഇനി പറ്റുമോ? ഇപ്പം അല്ലെങ്കിൽ എപ്പോ അങ്ങനെ ഒരു ഏജ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കുറച്ച് കൂടുതൽ വേദന ഉണ്ടാവും. സോ വാട്ട്? സോ ദാറ്റ് ഈസ് വെയർ ഇപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ദേ ആർ ഡൂയിങ് വെരി വെൽ ഇൻ ദിയർ പ്രൊഫഷൻസ്. ചിലർ ഡോക്ടേഴ്സാണ്, എൻജിനീയേഴ്സാണ്. പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ സ്കൂൾ തൊട്ടേ ഡാൻസറാണ്. പക്ഷെ എന്നെ കാണുമ്പോൾ എന്തോ ഞാനും ഡാൻസറാണ്, ഞാൻ ഇവളുടെ കൂടെ ഡാൻസറാണ്. അപ്പം ഞാൻ പറയും, നീ ഡോക്ടറേറ്റ് എടുത്തു, PhD എല്ലാം കിട്ടി, ഐ എം നോട്ട് ട്രൈങ് ടു ബി യു. പക്ഷെ വൈ ഡു യു വോണ്ട് ടു സ്റ്റെപ്പ് ഇൻ ടു മൈ സോൺ? നീ PhD എടുക്കുന്ന സമയത്ത് ഞാൻ അത്രയും കൂടുതൽ ഡാൻസ് ഫോമിലേക്ക് ഇറങ്ങി. അപ്പം ഞാനും ഒരേപോലെ അല്ല. നിൻ്റെ സബ്ജക്റ്റിൽ നീ PhD എടുത്തു, എൻ്റെ സബ്ജക്റ്റിൽ ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. PhD എന്നൊരു സാധനം ഉണ്ടാവില്ല, ബട്ട് ഐ ഹാവ് ഡൺ ദാറ്റ് മച്ച് ഓഫ് റിസർച്ച്. ഞാൻ കെമിസ്ട്രി പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നീ കെമിസ്ട്രി പ്രൊഫസറാണ്, ഞാൻ വന്ന് പറയുമോ ഞാനും നിന്റെ കൂടെ കെമിസ്ട്രി പഠിച്ചതാന്ന്? പറയില്ല. പക്ഷെ ഒരു ഡാൻസറിനെ കണ്ട ഞാനും യുവജനോത്സവത്തിൽ പോയിട്ടുണ്ട്, എനിക്കും പല ഫോംസ് ഓഫ് ഡാൻസ് അറിയാം. ആ അറിവും എൻ്റെ അറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ജീവിതം മുഴുവൻ അത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടിട്ട് മേ ബി ചെയ്യത്തില്ലായിരിക്കും. എക്സാക്ട്ലി. അല്ല, ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയണതിൽ തെറ്റില്ല. പക്ഷേ ഇൻസ്റ്റൻ്റ്ലി യു വോണ്ട് ടു സ്റ്റെപ്പ് അപ്പ് ഓൺ ദ സെയിം പെഡസ്റ്റൽ ആസ് മീ, ദെൻ ഐ ഗെറ്റ് മാഡ്. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ഇറ്റ്സ് നോട്ട് ഫെയർ. ഇപ്പോൾ ഈ കല്യാണം കഴിച്ച ഉടനെ ഭാര്യമാർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പക്ഷെ അമ്മ ഉണ്ടാക്കണം, അമ്മയുടെ എക്സ്പീരിയൻസ് ഇൻ കുക്കിംഗ് ആൻഡ് പുതിയ ആൾ എന്ത് വ്യത്യാസമുണ്ട്? എന്തിനാ ഈ ഫൈറ്റിന് പോകണേ? ഞാൻ എൻ്റെ അമ്മയമ്മയോട് ആദ്യമേ പറഞ്ഞു, അമ്മേ ഫാന്റാസ്റ്റിക്, ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി തരാം. ഇപ്പോഴും അങ്ങനെ തന്നെ. അതൊരു ഞങ്ങൾ നല്ല ദോസ്താണ്. മകനും ഒരു ഡാൻസറാണ്, മോളും ഡാൻസറാണോ? ഡാൻസർ എന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, അത്യാവശ്യം മാർഷൽ ആർട്ട് ചെയ്യും. അങ്ങനെ ഒരു റൗണ്ടിങ് ഉണ്ട്. മനോജ് മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, അപ്പൊ അതിന്റെ കുറച്ച് അങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. മോള് ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം പഠിച്ചു. പിന്നെ അവള് കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവൾക്ക് മതിയായി, അമ്മയെ പോലെയല്ല, അവൾക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, as long as you have discovered that you have passion for something, that is fine. ഈ ഇവിടെ ഒരു ടാറ്റു ഉണ്ടല്ലോ, അതിന്റെ ഒരു മീനിങ് എന്തോ വരുന്നത്? ശ്രീചക്രം കണ്ടിട്ടുണ്ടോ?
മേരു പോലെ അതിന്റെ സെന്റർ പോർഷനാണത്. പോർഷനാണ് അത് ചെയ്യാൻ ഇതെന്തായിരുന്നു, അത് എന്നെ വേണം. അതും ഇവിടെ എല്ലാരും ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. എനിക്ക് ഭക്തി ഉണ്ട്, നന്നായിട്ടുണ്ട്. ദൈവവിശ്വാസം ഉണ്ട് ഭയങ്കരമായിട്ട്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഫേമിങ് വാട്ട് യു ആർ ഇൻ എവറി ഡേ. അപ്പോൾ അതിൻ്റെ ഡിസിപ്ലിൻ പുട്സ് മീ ഇൻ ടു ട്രാക്ക്. അത് ഒരു അന്ധമായ വിശ്വാസം എന്നുള്ളതല്ല, ഇറ്റ് ഈസ് പുട്ടിങ് മീ ഓൺ ട്രാക്ക്. പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഫിലോസഫിയും നോട്ട് ബിക്കോസ് ഇറ്റ് ഇസ് ഹിന്ദുയിസം ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ആ ഫിലോസഫി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നാട്ടുകാർക്ക് ഫീൽ ചെയ്തോ ഇല്ലയോ അത് വിഷയമാക്കണ്ട, പക്ഷേ യു ഫീൽ ബെറ്റർ ഫോർ യുവർ സെൽഫ് ഇൻ എ ഗിവൺ ഡേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ്. പിന്നെ എനിക്ക് റിച്വലിസ്റ്റിക് ആയിട്ട് ഇപ്പം വിളക്ക് കത്തിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ തന്നെ, ഇപ്പോൾ ഒരു വിളക്ക് എന്താണ്, ഒരു ബ്രാസിൻ്റെ വിളക്ക്, എണ്ണ ഒഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമ്മുടെ ബോഡി ആണെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിച്ച് വൃത്തിയാക്കി അതിന് വേണ്ട ഇത് കൊടുത്ത് ആ എൻലൈറ്റൻമെന്റ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വെളിച്ചം നന്നായിട്ട് വരും. സോ അങ്ങനത്തെ റെപ്രസെൻറ്റേറ്റീവ് റിച്വൽസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ ഐഡന്റിറ്റി മൂവി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതെങ്ങനെയായിരുന്നു ഇത്ര ജേണിയും കാര്യങ്ങളൊക്കെ? ഐഡന്റിറ്റി ആക്ച്വലി ഞാൻ ഡിഫറെന്റ് ആയിരുന്നു, പക്ഷെ ആ റോള് കാസ്റ്റിംഗ് അഖിൽ പോൾ വിളിച്ചപ്പോൾ ഞാൻ ഓഡിഷൻ കൊടുത്തു. എന്നിട്ട് ആ സിനിമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു വരുമായിരുന്നു. ഞാനില്ലേ കഴിഞ്ഞോ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ല ആ സീനായിട്ടില്ല, റാപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഒരുപാട് അതിൻ്റെ ഇത് പോയി. പക്ഷെ ഞാൻ അന്ന് ഷൂട്ടിന് പോയപ്പോൾ അഖിൽ പറഞ്ഞു നമ്മൾ ഒരുപാട് അത് ട്രിം ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഫുട്ടേജസ് എടുത്ത് കുറേ പോയിട്ടുണ്ട്. പക്ഷെ ആ സീൻ ഇസ് റെലവൻറ്റ്, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹാഫ് ഡേ ഷൂട്ടായിരുന്നു. ബട്ട് ആക്ടിങ് വിത്ത് തൃഷ വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നല്ല രസമായിരുന്നു. അത് ഞങ്ങൾ ഒരു റിഹേഴ്സൽ നോക്കി. അപ്പം ആദ്യം എന്നോട് പറഞ്ഞിരുന്നത് ഇരുന്ന് ഡയലോഗ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് വിഷ്വലൈസ് ചെയ്യുമല്ലോ, തൃഷ വരുന്നു. അപ്പം വരുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ഓക്കെ ടെൻഷനൊന്നും വേണ്ട, എല്ലാം സെറ്റാക്കി ബ്രീതിങ് ഒക്കെ സെറ്റാക്കി. പെട്ടെന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ട് നടന്നു എന്ന് പറയണം. അമ്മേ നടന്നോ? അങ്ങനെ കോറിഡോറിൽ കൂടെ നിങ്ങൾ രണ്ടുപേരും നടന്ന് ഡയലോഗ് പറയണമെന്ന്. അങ്ങനെ ഓക്കെ. അപ്പോൾ റിഹേഴ്സൽ നോക്കാൻ നോക്കി. അപ്പോൾ തൃഷ വന്നു ആൻഡ് ഷീ സ്റ്റാൻഡിങ് ദർ ആൻഡ് ഷീ നോട്ടഡ് ഓക്കെ. പക്ഷെ ഞാനല്ലേ മുപ്പിക്കണ്ടേ. അപ്പം അയ്യോ ഞാനിങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ ഓക്കെ നമുക്ക് ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ. നടന്ന് ഞങ്ങൾ ഇങ്ങനെ ഫയൽ തരുന്നു. അപ്പം ഞാനിങ്ങനെ പറയുന്നു. അപ്പം പറഞ്ഞ് കഴിയാറായപ്പോഴേക്കും ഞാൻ തെറ്റിച്ചു. അതെനിക്കറിയാം. അപ്പോൾ അവർ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. അഖിലനാണ് വെരി ഷാർപ്പ്. സന്ധ്യ തെറ്റിച്ചു പറയാം. ഞാൻ സ്വതപ്പിട്ടെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. നിങ്ങൾ തമിഴാ എന്ന് ഉടനെ ഇല്ല മലയാളി ഇതാ, തമിഴ് ரொம்ப അഴകാ പേசுறீங்கன்னு പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമിഴ് ചറക്കാന്ന് പറഞ്ഞ് വർത്താനം പറയാൻ തുടങ്ങി. അവർ രസമായിരുന്നു. പിന്നെ മലേഷ്യയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ മോൻ ഭയങ്കര ഫാനാണ്, തൃഷയുടെയും വിജയുടെയും ഡൈ ഹാർട്ട് ഫാനാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പം വെരി നൈസ് മീറ്റിംഗ്. വൺ ഓഫ് ദി actors I've enjoyed working with. ഇപ്പം ഞാനൊരു ടാസ്ക് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഒരു ദേഷ്യത്തിൽ മീൻസ് എന്തെങ്കിലും ഒരു സീക്വൻസ് എൻ്റെ അടുത്ത് എന്തെങ്കിലും. ദേഷ്യം ഇപ്പം കുറേ കാണിച്ചില്ലേ? എനിക്കതാണ് ഇഷ്ടം, എനിക്കതാണ് വേണ്ടത്. എന്നെ കൊണ്ടേ പോവും. അതൊന്ന് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ഇപ്പം എന്തെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് പറയാൻ പറ്റി. ഇപ്പം എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാവം പോലെ നിന്നോളൂ. അപ്പം അതൊന്ന് അതുകൊണ്ട് തുടങ്ങി. ഇത്രയും വേഷം കെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കോ? ഞാൻ ചോദിക്കണേ, ഇത്രയും ആൾക്കാർ അശ്വതിയെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. മൂഡ് സ്വിങ്സ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉദ്ദേശം? അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷന് എന്ത് ഉത്തരവാണ് കൊടുക്കാനുള്ളത്? മൂഡ് സ്വിങ്സോ? എന്ത് മൂഡ് സ്വിങ്സ്? വാട്ട് ഡു യു മീൻ ബൈ മൂഡ് സ്വിങ്സ്? ദറ്റ് യു ആർ സെൻസ്ലെസ് ഓർ യു ഡോണ്ട് ഫീൽ ദ മൂഡ്സ്? What do you mean by it? അതെയാ? ഇപ്പൊ ഇത്രയും വർഷം ഡാൻസ് പഠിച്ചു, പക്ഷേ എന്താ ഇപ്പൊ ഡാൻസ് ടീച്ചറായിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ ഇപ്പൊ ഇറങ്ങാത്തെ? ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു ഞാൻ മലേഷ്യയിൽ പഠിപ്പിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ കുറച്ച് തുടങ്ങി. പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സെൽഫിഷ് ടീച്ചർ ആയതുകൊണ്ടായിരിക്കണം ഞാൻ തന്നെ പറയുകയാണ്. എന്താ വെച്ചാൽ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഓരോ ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്ത് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്.
പിന്നെ എനിക്ക് അതിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ കഥക്ക് പഠിക്കാൻ തുടങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം എന്ന് വെച്ചാൽ ഞാൻ ഒഡീസിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രൊഡക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ക്ലാസ്സിനൊക്കെ പോവും, പെർഫോമൻസിന് വിളിച്ചാൽ പോവും, പക്ഷെ അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ആർട്ട് ഫോം എനിക്ക് അറിയാമെന്ന് ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കാനുള്ള കഴിവുമുണ്ട്, പക്ഷെ ഞാൻ അത് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമേൽ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ കൂടി അത് ജീവിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കണത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമ്പോസേഴ്സിൻ്റെ കൂടെ ഇരുന്ന് അത് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അത്രയും പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഒരു ഐറ്റമായിട്ട് എടുത്ത് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റണില്ല. പിന്നെ എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ് അതിപ്പോൾ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ടീച്ചറിനോട് തന്നെ പറയും, ടീച്ചറിന് വട്ടായിരുന്നു, ഇതൊരു അടിയൊക്കെ ആയിരുന്നു എന്നറിയോ. പക്ഷേ ദർ വാസ് എ പാഷൻ. അവരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരിക്കലും ആ ഡാൻസ് ഫോമിനെ വിട്ടുപോകാനോ, അവർക്കും അറിയാൻ ഞാൻ വിട്ടുപോകില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വടി പിടിച്ച് വീട്ടിലിരിക്കുകയുള്ളൂ. പഠിപ്പിക്കണം, പക്ഷേ അത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ലൈഫ് ഇംപ്ലിമെൻറ്റിങ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോഴോ നമ്മുടെ ലൈഫിനെ അതിന് ഒരു വിധത്തിലും മാറ്റാൻ പറ്റില്ല. വെറുതെ ഒരു പെർഫോമർ ആണെന്ന് പറയിപ്പിക്കാൻ മാത്രമാണെങ്കിൽ ഇപ്പം നടക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷേ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് വരികയാണ്, ആ കുട്ടിയുടെ ചിന്താഗതിയും ആ കുട്ടിയുടെ ഒരു ലിവിങ് സ്റ്റൈലും ഇംപ്ലിമെൻറ്റേഷണലായിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ ഒരു സ്റ്റേജിൽ പോയി ഫസ്റ്റ് പ്രൈസ് മേടിക്കണേക്കാട്ടിലും എനിക്ക് സന്തോഷം ആ ടീച്ചിങ് കൊണ്ട് ആ കുട്ടിക്ക് ലൈഫിൽ ഒരു ഉപയോഗം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പം ഞങ്ങൾ ഐഡ എന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ, ഞാനും ഡോക്ടർ ജി രതീഷ് ബാബുവും കൂടെ നടത്തുന്നൊരു അസോസിയേഷനാണ്. 10-12 വർഷമായി. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻസ് നടത്തും. രാവിലെ നമ്മൾ കോമ്പറ്റീഷൻസ് നടത്തും. അത് പിള്ളേർ വന്ന് ചെയ്യും. അവർക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ അല്ല, സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ ഉള്ള ഒരു വെന്യൂ ആണ്. വൈകുന്നേരം നമ്മൾ സർട്ടിഫിക്കറ്റ് ആദ്യമേ കൊടുക്കൂല, വൈകുന്നേരം അവർ വന്ന് ഒരു ആർട്ടിസ്റ്റിനെ കാണണം. കാര്യം ഇത് എങ്ങോട്ടേക്കാണ് ഇവരുടെ ഈ ജേർണി. ഇപ്പം ഞാനൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിള്ളേർ വന്ന് കണ്ടില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇങ്ങനത്തെ പ്രൊഡക്ഷൻ നമുക്ക് നാളെ ചെയ്യാൻ പറ്റും. സിനിമ കണ്ടുകൊണ്ട് നമുക്ക് സിനിമ ക്രിയേറ്റേഴ്സ് ആവാൻ പറ്റില്ല. യു ഹാവ് ടു സീ ദം വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ് ഓൾസോ. അപ്പം അങ്ങനെ ഈവനിങ് ഒരു പ്രോഗ്രാമും കൂടെ നടത്തി നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. കോവളത്ത് നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ കൊച്ചിയിൽ നടത്താൻ. ഇനി മുന്നോട്ടുള്ള യാത്രയിലൊക്കെ നല്ല നല്ല പ്രോജക്ട്സ് വരട്ടെ, വലിയ വലിയ നർത്തകിയും നായികയും ഒക്കെ ആവട്ടെ എന്ന് ആശംസിച്ചോളൂ. താങ്ക് യു സോ മച്ച്.